നമ്മുടെ അധികം സമയമില്ല, 9:30 സിനിമ ആരംഭിക്കും. അതിന് നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാനുള്ളൂ. അതിൽ കൃഷ്ണൻ സാറുണ്ട്. എല്ലാവരും ഇപ്പോൾ പരസ്പരം അറിയുന്നൊരു സംഘം തന്നെയാണ് ഉള്ളത്. പുതിയതായിട്ട് പുറമേ നിന്നുള്ള ആൾക്കാർ ഇവിടെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയുണ്ട്, മഴക്കാലവും കാര്യങ്ങളാണ്. എങ്കിൽപ്പോലും നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഷായ് സാറിൻ്റെ 2 സിനിമകളാണ് നമ്മൾ പിറവിയും ഓളും ഇന്ന് നാളായിട്ട് പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ ഈ വർഷം നമ്മുടെ ഫെസ്റ്റിവലും ഷായ് സാറിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഷായ് സാറിൻ്റെ ഷായ് സാറിനുമായിട്ടുള്ള ഒരു ബന്ധത്തെ പ്രവർത്തിച്ചൊരു ഫൗണ്ടേഷൻ എൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന താല്പര്യമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒപ്പം തന്നെ കോഴിക്കോടും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ വർഷം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും കാര്യങ്ങളും നിലനിർത്താൻ പറ്റുന്ന ശ്രമങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നാണ് സംഘടിപ്പിക്കുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷനും IFFT മറ്റ് ഫിലിം സൊസൈറ്റികളാണ്. അത് എന്തായാലും ഇങ്ങനത്തെ ഒരു സൗകര്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട്, ഈ കൈരളി ശ്രീ തിയേറ്റർ നമുക്ക് ലഭ്യമാവുന്നതുകൊണ്ട് ഭാവിയിലുള്ള പരിപാടികൾ നമ്മളിവിടെ പ്ലാൻ ചെയ്യാണ്. വായിച്ചപ്പോൾ ഓഗസ്റ്റ് 9-10 തീയതിയിൽ സയൻസ് ശാസ്ത്ര ചരിത്രമേള ഉദ്ദേശിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്താണ് അതിൻ്റെ സഹകരിച്ചിട്ട്. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 2 വരെ 20ാമത് IFFT നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനൊരു സൗകര്യം കിട്ടുന്നത് മാത്രമല്ല, ഓരോ മാസവും ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ ശ്രീ തിയേറ്ററിൽ കളിക്കാമെന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ ആൾക്കാരെ പങ്കാളിത്തം കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഴയൊരു വയസ്സൻ വൈബും മറ്റേ ഗ്രൂപ്പുകളായിട്ട് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയൊക്കെ ഇതിനകത്ത് അണിനിരത്താൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും ഇന്ന് ഈ മീറ്റിങ്ങിന് വന്ന എല്ലാവരെയും KSOTCക്ക് വേണ്ടിയിട്ടും IFFTക്ക് വേണ്ടിയിട്ടും സ്വാഗതം പറയുകയാണ്. ഇവിടെ ഇപ്പോൾ കൃഷ്ണൻ സാറ് അദ്ദേഹമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ്. തങ്ങൂരി ചേച്ചിയുണ്ട്, ഷായ് സാറായിട്ട് വർക്ക് ചെയ്ത സൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം പറയാനും പരിപാടി ഉണ്ണി സാറെ സംസാരിക്കാൻ ക്ഷണിക്കാം. ഷായ് സാറിനെ ഓർമ്മിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ കുറച്ച് വിഷമമുണ്ട്. കാരണം ഞങ്ങളൊരു 1973 തൊട്ടുള്ള പരിചയമായിരുന്നു. ഇപ്പം ഈ സ്ക്രീനിൽ അത് കണ്ടപ്പോൾ ശരിക്കും വളരെ ഇമോഷണലായി പോയി. ഞാനിവിടെ ഈ ശ്രീ തിയേറ്റർ പണി നടക്കുമ്പോൾ ഒരു 5-8 മാസം മുമ്പ് ഞാൻ KSOTCയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരു 17 കൊല്ലമായി ഇപ്പോൾ. അപ്പോൾ ഈ 8 മാസം മുമ്പ് ഇവിടെ KSOTCയിൽ ഒരു മീറ്റിംഗ് ആയിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നതിന്. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ അതിലൊരു കമ്മിറ്റിയിലും ഒന്നിലുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ ഉണ്ണി വരണം, വരും എന്നെയും മീറ്റിങ്ങിൽ പിടിച്ചിരുന്നു. അവർ കുറേ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ വന്ന് കാണുമ്പോൾ അതിനുശേഷം ആദ്യം അന്ന് കൈരളിയിലുള്ള പ്രശ്നം വന്നെങ്കിലും ഇപ്പോഴാണ് അത് ശരിക്കും കാണുന്നത്. ഇതിങ്ങനെയാക്കി ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മീറ്റിങ്ങിന് ശേഷം ഒരു 5-8 മാസമായിട്ടുള്ളൂ ഇതിങ്ങനെയാക്കി. ഇത് ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള വർക്ക് നടന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും ആ ഒരു ഓർമ്മ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി. ഞങ്ങൾ ഒരു 73 തൊട്ട് ഞാൻ പറഞ്ഞു, ഞാൻ FTAയിൽ ചേരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തരത്തിൽ അദ്ദേഹം കൂടി പറഞ്ഞിട്ടാണ് അവിടെ ചേർന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ പടം പിറവി, അതിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, നീ പിറവിയിൽ ഇങ്ങനെ പടം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന, സൗണ്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ എന്നൊരു വാക്കൊന്നുമില്ല. അവരൊന്നും ഷൂട്ടിങ്ങിന് പോയില്ല. കാരണം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പടം റെഡി ആയിട്ട് വരുമ്പോഴാണ് ബാക്കി സൗണ്ടൊക്കെ കൊടുക്കുക. ആകെ അവിടെ ഒരു പൈലറ്റ് ട്രാക്ക് നമുക്ക് ഡബ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റഫ് ട്രാക്ക് റെക്കോർഡ് ചെയ്യും. അത്ര അന്നത്തെ കാലത്തുള്ളൂ.
അപ്പോൾ എന്നോട് പറഞ്ഞു ഉണ്ണി ഇവിടെ വരണം ലൊക്കേഷൻ. ഞാൻ ലൊക്കേഷനിൽ പോയി. എന്നിട്ട് തീരെ എന്താ പറയുക, അന്നൊന്നും ഒരിക്കലും ഇല്ലാത്ത പോലെ സൗണ്ടിന് മാത്രമായിട്ടൊരു യൂണിറ്റ്. ഞാൻ എൻ്റെ ഒരു റെക്കോർഡറും എൻ്റെ അസിസ്റ്റൻറ്റും ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റും ഒരു വണ്ടിയൊക്കെ ഇട്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്നല്ലാതെ സ്ക്രിപ്റ്റ് നേരത്തെ അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടൊരു സൗണ്ടിൻ്റെ ലിസ്റ്റ് എഴുതിണ്ടാക്കി എന്തൊക്കെയാണ് വേണ്ടത്. അത് പലതരം മഴ ശബ്ദങ്ങളാണ് മെയിനായിട്ട്. മഴ വരുന്നു പോകുന്നു, ഓട്ടുംപുറത്ത് മഴ പെയ്യുന്നു, കുളത്തിൽ മഴ പെയ്യുന്നു, അങ്ങനെയുള്ള കുറേ മഴ ശബ്ദങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ഒരു യൂണിറ്റായിട്ട് പോയിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രൊഫഷണലി അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പടത്തിൻ്റെ ഒരു എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ബേസിക്. ആ പടത്തിൻ്റെ ആംബിയൻസ് തന്നെ ഒരു ദുഃഖം അല്ലെങ്കിൽ വ്യസനം, അതാണല്ലോ പടത്തിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ കണ്ടന്റ്. അതിനനുസരിച്ചുള്ള സൗണ്ട് ട്രാക്കാണ് മഴയുടെ ശബ്ദം. അപ്പോൾ അതിനുവേണ്ടി മഴക്കാലത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മഴക്കാലത്ത് തന്നെ പോയിട്ട് മഴയ്ക്ക് വെയിറ്റ് ചെയ്തിട്ടും മഴ പെയ്യുന്നതിനിടയ്ക്കും ഒരു ഷോട്ട് പോലെ ഒരു ആർട്ടിഫിഷ്യൽ മഴയില്ല, എല്ലാം ഒറിജിനൽ മഴയായിരുന്നു. അപ്പോൾ ഒരു കാഞ്ഞങ്ങാട് ഭാഗത്ത് ഭയങ്കര മഴയാണ് ആ കാലത്ത്. ഇപ്പോഴും അങ്ങനെയായിരിക്കും, വടക്കൻ കേരളത്തിൽ മഴ കൂടുതലാണ് ആ സീസണിൽ. അപ്പോൾ അത് അങ്ങനെ മഴയുടെ ഒരു കുറേ തരം സൗണ്ടുകൾ എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടിട്ടാണ് അതിൻ്റെ സൗണ്ട് ട്രാക്ക് മെയിനായിട്ട് മഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അതിന് എന്താ പറയുക, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു മ്യൂസിക് ട്രാക്കുണ്ട്. അരവിന്ദനാണ് അതിൻ്റെ മ്യൂസിക് സംവിധാനം. അപ്പോൾ അതുപോലെ ആ പടം പിന്നെ ഡബ് ചെയ്യാൻ വന്നപ്പോൾ ഈ പ്രേംജിക്ക് ആര് ഡബ് ചെയ്യുന്നുള്ള ഒരു ഭയങ്കര അവസരം വെൺമണി വിഷ്ണു ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ വെൺമണി വിഷ്ണു നമ്മൾ സൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 1-2 ഡയലോഗ് ഇട്ടിട്ട് ഞാനും ഷായ് സാർ മാത്രമാണ് അത് മതി തീർച്ചയായിട്ടും. ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ വർക്ക് ശരിയാവില്ല, പ്രായം കുറവാണ്, അങ്ങനെ ഇങ്ങനെ ഞാൻ അദ്ദേഹം മാത്രം ഇതന്നെ മതി തീരുമാനിച്ചു. അത് വളരെ നല്ല തീരുമാനിച്ചു. അത്ര നന്നായിട്ട് ഡബ് ചെയ്യാൻ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് ആ ഇമോഷൻസ് മുഖം വന്നുകൊണ്ട് ശരിക്കും 1-2 ഡയലോഗുകൾ മാത്രം മതി. അമ്പലത്തിൽ കിടന്നിട്ട് ഇതിലിപ്പോൾ പടം കാണുമ്പോൾ പറയും സാഷ്ടാംഗ നമസ്കരിച്ച് എനിക്ക് കുട്ടിയെ കണ്ടിട്ട് മതിയായിട്ടില്ല എന്ന് പറയുന്ന ഒരു വിസ്പർ ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട്. അതെനിക്കൊന്ന് സാക്ഷാൽ പ്രേംജിക്കുന്ന അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംശയം. അല്ല ലിപ് മൂവ്മെന്റ് കിടക്കുമ്പോൾ പറയുന്നത് അത് വെൺമണി വിഷ്ണു അത്ര നന്നായിട്ട് പറഞ്ഞു. അവിടെ അത് കഴിഞ്ഞ് സൗണ്ട് പിന്നെ എല്ലാ സൗണ്ടൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫൈനൽ ഒരു പ്രോസസ്സ് മിക്സിങ്. അതാണ് ഈ ശബ്ദത്തിന് പടത്തിൽ നിന്ന് അവസാനമായിട്ട് ഈ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പടത്തിൽ ചെയ്യാൻ ഉള്ള ഒരു അവസരം സൗണ്ട് മിക്സിങ്. എല്ലാ സൗണ്ട് ട്രാക്ക് എത്ര ബാലൻസിങ്, എത്ര ലെവൽ വേണം, മ്യൂസിക് എങ്ങനെ വേണം, മറ്റുള്ള ഇഫക്ട്സുകൾ എങ്ങനെ വേണം, അതെല്ലാം തീരുമാനിച്ചിട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് മിക്സ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കിട്ടിയ സമയം ഒരാഴ്ച. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അദ്ദേഹം സ്റ്റുഡിയോ മാനേജറായിരുന്നു. അന്ന് മാനേജറല്ലെങ്കിലും കുറച്ച് കാലം സ്റ്റുഡിയോ മാനേജറായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് രാവിലെ 9 മണിക്കിട്ടുള്ള സമയം വേണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല. ഞങ്ങൾക്ക് കിട്ടിയ 3 മണിയാണ്. രാവിലെ 3 മണിക്കാണ് ഏകദേശം 10 ദിവസം ഞങ്ങൾ വന്ന് സൗണ്ട് മിക്സ് ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 3 മണി തന്നെ രാത്രി ഉറക്കല്ലേ നടന്നു. രാത്രി 2 മണിക്ക് എണീറ്റ് വരണം. നമ്മൾ സിറ്റിയിൽ നിന്നല്ല, ചിത്രാഞ്ജലി കുറച്ച് ദൂരെയാണ്. അങ്ങനെ അതുപോലും അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു എനിക്ക് പറ്റില്ല, എനിക്ക് രാവിലെ 9 മണിക്ക് അദ്ദേഹം ചെയ്തില്ല, ബാക്കിയുള്ളവർ ചെയ്തോട്ടെ, നമുക്ക് ഈ സമയം മതി. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ രാവിലെ വളരെ ഫ്രഷായിട്ട് നമ്മുടെ ചെവിയും കേൾക്കണതെല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കിപ്പോഴും തോന്നുന്നു. ഒരുവിധം തിരക്കില്ലാതെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. സൗണ്ട് പിക്ചർ ഫിലിമിന് എല്ലാവർക്കും അറിയാലോ എത്ര അവാർഡ് കിട്ടി, എത്ര ഫെസ്റ്റിവലിന് പോയി. അത്രയധികം ഫെസ്റ്റിവലിന് പോയ ഒരു പടം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ പിറവിയുടെ ഒരു ഓർമ്മകൾ ഒരിക്കലും മായില്ല മനസ്സിന്. അങ്ങനെയാണ് പല ഇൻസിഡൻസും സൗണ്ട് ഇഫക്ട്സ് റെക്കോർഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവിടെ പല ഇൻസിഡൻസ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ കുറേ കുറുക്കന്മാരുടെ ശബ്ദം കേട്ടു. ഒരു പ്രത്യേക ടൈം കുറുക്കന്മാർ. അപ്പോൾ ഞാൻ അവിടെ ചായക്കടയിൽ ചോദിച്ചു ഇങ്ങനെ ഈ കുറുക്കന്മാരെ സൗണ്ട് റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് സമയം പറഞ്ഞു, രാത്രി ഇത്ര മണിക്ക് വന്നോളൂ. നമ്മൾ അവിടെ കറക്റ്റ് ആ സമയത്ത് കുറുക്കന്മാർ ഓടിയിടാറ്. അങ്ങനെയുള്ള കുറേ ആക്സിഡൻ്റലായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സൗണ്ട് റെക്കോർഡിച്ചുകൊണ്ട് എനിക്ക് സൗണ്ട് എഫക്റ്റ് കൂടുതൽ പറയാൻ പറ്റും. അതിന് സണ്ണിയുടെ ക്യാമറയും ഒരു പടത്തിൻ്റെ നമുക്ക് പടം ശരിക്കും എന്താ പറയുക ആസ്വദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പടം നന്നായി എന്ന് തോന്നണമെങ്കിൽ
അതിലൊന്നും മുളച്ചു നിൽക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ വന്നിട്ട് ഒരു പടം കണ്ടോ മ്യൂസിക് ഭയങ്കരമായിട്ട് നല്ല മ്യൂസിക് പറഞ്ഞാൽ ആ പടം നന്നല്ല കൊള്ളില്ല എന്നർത്ഥം. കാരണം അങ്ങനെ മ്യൂസിക് മാത്രം അയാൾ ശ്രദ്ധിച്ചു, പടം അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. പടത്തിന് ടോട്ടലായിട്ട് കണ്ടിട്ട് നന്നായി തോന്നുന്നെങ്കിൽ അതിൽ ഒരു വിഭാഗവും മുളച്ചു നിൽക്കാൻ പാടില്ല. പിറവിലങ്ങനെ പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലായിട്ട് നമ്മളത് ഇഷ്ടപ്പെടുന്നു. ഞാൻ പിറവി ഒരു ഏതൊരു പ്രിവ്യൂ അന്ന് ട്രിവാൻഡ്രത്ത് കണ്ടപ്പോൾ എൻ്റെ അടുത്തൊരു വയസ്സായിട്ടുള്ളാണ് ഒരു സ്ത്രീ ഇരിക്കേണ്ടായിരുന്നു. അപ്പം പടം കഴിഞ്ഞപ്പോൾ വേനൽക്കാലമാണ്, മഴക്കാലമൊന്നുമല്ല. ഇദ്ദേഹം ആ സ്ത്രീയോട് അയ്യോ നമ്മൾ കുട എടുത്തില്ല അല്ലേ. അപ്പം ഈ അതിൽ അങ്ങനെ മുഴുകിയിരുന്ന് പുറത്ത് മഴയുടെന്ന വിചാരം. അങ്ങനെയുള്ള ഒരു അത്രയധികം ആളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു പിക്ചറും സൗണ്ടും കൂടി കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫീൽ കിട്ടുന്നത്. അത്ര നല്ലൊരു പിക്ചർ ട്രാക്കും സൗണ്ട് ട്രാക്കും അതിനുണ്ട്, എഡിറ്റിംഗ് എല്ലാം. അതിനെപ്പറ്റി ഞാൻ പിറവിയെ പറ്റി ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞ് പറഞ്ഞ് എത്രയോ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ് എത്രയോ നല്ല പടം എന്നല്ല. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും പറയില്ല. നന്ദി, നമസ്കാരം. പിറവിയിലുള്ള രണ്ടുപേരും കൂടി ഉണ്ട്. സതി വന്നിട്ടുണ്ട് പിറവിയിലെ. രണ്ടു വാക്ക് സംസാരിക്കുകയാണെങ്കിൽ നന്നായി, വളരെ ചുരുക്കി സംസാരിക്കാം. തങ്കമണി ചേച്ചി വേദിക്ക് വരാണെങ്കിൽ നന്നായി. സംസാരിച്ചില്ലെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാർ തന്നെ എല്ലാവരും എങ്കിൽ പോലും പിറവിയിലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന സതി രണ്ടു വാക്ക് സംസാരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞ അച്ഛനെ കാണാനാ വന്നത്. അച്ഛനോട് ജീവനോടെ കാണാലോ എന്നുള്ള ഒരു ഇതിലാണ്. എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. കാരണം അച്ഛന് ഒരുപാട് സിനിമകൾ ചെയ്തു. അവസാനം അച്ഛന് അംഗീകാരം കിട്ടിയത് ഏറ്റവും അവസാനത്തെ സിനിമയ്ക്ക് പിറവിക്കാണ്. പക്ഷെ അതിൽ അച്ഛന് ഒരുപാട്, അച്ഛന് ആരോഗ്യം, മനസ്സും ശരീരവും ഒക്കെ ഒരുമിച്ച് അർപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണത്. ഐ മീൻ സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ ഷാജി കൊടുത്തു. അപ്പൊ അത് കൂടുതൽ പഠിക്കാൻ പറ്റി. അച്ഛന് ആരോഗ്യം വളരെ മോശമായിരുന്നു. ഒരു കൃഷ്ണമണിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അച്ഛന് എന്താ ശ്വാസം മുട്ടുമൊക്കെ വന്നു. എന്നിട്ട് ബട്ട് സ്റ്റിൽ പുള്ളി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഫൈറ്ററായിരുന്നു. അങ്ങനെ അത്രയും എന്താ പറയാ കഷ്ടപ്പെട്ട് അഭിനയിച്ചൊരു സിനിമയായി കൊണ്ടായിരിക്കും അച്ഛന് അതിന് അവസാനമായിട്ടെങ്കിലും അംഗീകാരം കിട്ടിയത്. ഇന്നിപ്പോ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോ എനിക്ക് ആ സിനിമ ഉണ്ടാക്കിയ ഷാജിയോടോ ആരോടോ ആക്കിയ നിങ്ങളോടൊക്കെയാണോ നന്ദി പറയേണ്ടത് എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ ഇന്ന് ശരിക്കും വന്നത് ഈ അനുസ്മരണം എന്നുള്ളതൊന്നുമല്ല. എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒറ്റത്. അത് ശരിക്കും അത് അച്ഛൻ്റെ ആ സ്റ്റേജിൽ തന്നെ ഒരു മേക്കപ്പും ഇല്ലാതെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അത് കാരണം നമുക്കത് എനിക്ക് ശരിക്കും ലൈവായിട്ട് തോന്നും. അതിലൊരു മേക്കപ്പ് അല്ലെങ്കിൽ പൂജാരിയായിട്ടോ ഒരു എന്താ മന്ത്രവാദിയായിട്ടോ അങ്ങനെയൊന്നല്ലേ ഉള്ളൂ. ഒരു അച്ഛൻ തന്നെയായിരുന്നല്ലോ. അപ്പൊ അത് കാരണം ഒരു ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പൊ അച്ഛനെ കാണാനോ വിചാരിച്ച് മാത്രം കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട്. പിന്നെ ഇയാൾ എന്റെ പഴയൊരു സുഹൃത്താണ്. അതെന്നോ പഴയ കാലം തൊട്ടേ ഉള്ള സുഹൃത്താണ്. ഇടയ്ക്ക് വഴക്കൊക്കെ കൂടാറുണ്ട്. എന്നാലും നന്ദി, നമസ്കാരം. ചുരുങ്ങിയ സമയമുള്ളൂ. അതെ, തീർച്ചയായിട്ടും സിനിമ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ രണ്ട് കാര്യം മാത്രം പറഞ്ഞിട്ട്, ഞാൻ എന്നെ ഷാജി ഇങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ലീവ് കിട്ടാൻ ഇത്തിരി താമസിച്ചു. അപ്പോൾ അവിടുന്ന് അപ്പോൾ ഷാജി പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ലീവ് എടുത്തിട്ട് വന്നേ പറ്റൂന്ന്. അങ്ങനെ പോയി. ആദ്യത്തെ ദിവസം അത് കാണിച്ചു. ഞാൻ പാച്ചപ്പൻ എന്ന് വിളിക്കുന്ന അച്ഛനെ ഇതിനെ പാച്ചപ്പൻ എന്ന് വിളിക്കുക. അപ്പൊ പാച്ചപ്പൻ എന്ന് വിളിക്കുന്ന ആ രൂപം കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അത് മുഴുവൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് അന്ന് ഡബിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറ്റിയില്ല. എനിക്ക് ആ ക്യാരക്ടറിലേക്ക് വരാൻ പറ്റിയില്ല. അർച്ചന എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടിയാണ് ചെയ്തിരുന്ന അതിന് മകളായിട്ട്. പിറ്റേ ദിവസവും
ആദ്യം തന്നെ അത് കാണിച്ചു തന്നു. അന്നും ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യാൻ വയ്യ, എനിക്ക് വിഷമാണ് കാണുമ്പോൾ തന്നെ. ആ കഥയും ആ ഇതും അദ്ദേഹത്തിൻ്റെ അഭിനയവും ഒക്കെ കൂടി കാണുമ്പോൾ വലിയ വിഷമം. അപ്പം എന്നോട് ഷാജി പറഞ്ഞു, മണിയെടുത്തി ഇതിൽ ഈ ക്യാരക്ടർ വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവര് അച്ഛനെയും അമ്മയും ഒക്കെ സമാധാനിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം കരഞ്ഞുകൊണ്ട് ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കരയല്ല അവർ ചെയ്യണത്, കരച്ചിലുള്ളിലൊതുക്കി അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണിത് ചെയ്തത്. ആദ്യത്തെ വാചകം പറഞ്ഞതിന് ശേഷം ഞാൻ ഷാജിയോട് പറഞ്ഞു, എനിക്കിത് പറ്റുമോ ഷാജി, എനിക്ക് സംശയമുണ്ട്, എനിക്ക് പറ്റും. അത് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ ബോൾഡായിട്ട് വെച്ചിട്ട് അവർ ധൈര്യമുള്ളൊരു മകളായിട്ട്, പ്രേംജിയുടെ മകളായിട്ട്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ മകളായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. നമസ്തേ എല്ലാവർക്കും. നാളെ 9:00 ഓളാണ്. നമ്മളതിന് മുമ്പ് നമ്മുടെ നല്ല സിനിമയ്ക്കൊരു വളം വെച്ച് കൊടുത്തൊരു സ്ഥലം മറ്റേ ഫിലിം സൊസൈറ്റികളാണ് കേരളത്തിൽ. അതിൻ്റെ 60-ാം വർഷമാണ്. അപ്പോൾ ജൂലൈ 5-ാം തീയതി അടൂർ ബാലകൃഷ്ണൻ അവിടെ ഉദ്ഘാടനം ചെയ്തൊരു ചലച്ചിത്ര കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മിക്ക ജില്ലകളിലും ഇത്തരത്തിലുള്ള ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഫിലിം സൊസൈറ്റിയിലെ ആൾക്കാരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ 9 മണിക്ക് അങ്ങനത്തെ ഒരു ആദരവും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് എത്തണം. ഇവിടുന്ന് ഇപ്പോൾ മാസ് ഫിലിം സൊസൈറ്റി PM നാരായണൻ മാഷുണ്ട്, ഷൺമുദാസ് ഉണ്ട്, അതുപോലെ തന്നെ കുന്നോളം നവചിത്ര ഫിലിം സൊസൈറ്റിയുടെ നമ്മുടെ ഗിയോറിയസ് ഉണ്ട്. അവരൊക്കെ 70s ഫിലിം സൊസൈറ്റി കൊണ്ടുവരുന്ന ആൾക്കാരാണ്. 80 വരെയുള്ള ആൾക്കാരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവർക്കൊക്കെ 8-9 ആൾക്കാർ അതിന് സ്വീകരണം ഒരു ആദരവ് പരിപാടിയുണ്ട്. അപ്പോൾ അത് നാളെ രാവിലെ 9 മണിക്ക് ഉണ്ടാവും. 9:30 നമ്മൾ ഓടുന്ന സിനിമ ആരംഭിക്കും. അപ്പോൾ 9 മണിക്ക് തന്നെ എല്ലാവരും ഉണ്ടാവണം. സിനിമ കാണാൻ മാത്രമല്ല, പഴയ കാലത്തെ ഫിലിം സൊസൈറ്റി ആൾക്കാരെ ആദരിക്കുന്നൊരു ഇതിൻ്റെ ഭാഗം കൂടിയിട്ട് എല്ലാവരും എത്തണം എന്ന് പറയാനായിട്ടാണ്. ഇതിന് നന്ദി പറയാനായിട്ട് നമ്മുടെ കൈരളി KSODCയിലെ കൈരളി ശ്രീ തിയേറ്ററിൻ്റെ മാനേജർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ബസ് ഇന്ന് വൈകുന്നാ തോന്നണ. അത് കൃത്യം 7:10 കടവലെത്തും. ഇന്ന് രഘു വരും. ഇന്നത്തെ ഒടുക്കത്തെ ബസ്സിന് എത്തുന്ന അവന്റെ കത്ത്.
ഉണ്ടല്ലോ അടുത്ത